ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മാമ്പഴ പുളിശ്ശേരിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 6 പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് കീറിയത്, ഇച്ചിരി കറിവേപ്പില, ഇതെല്ലാം കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം വേണ്ട. മാമ്പഴ പുളിശ്ശേരി അല്പം ലൂസായിട്ടാണ് നമുക്ക് വേണ്ടിയെങ്കിൽ അതിനനുസരിച്ച് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അല്ല നല്ല പോലക്ക് കുറുകിയിരിക്കണം, അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ 1 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഒരല്പം ലൂസായിട്ട് ഒഴിച്ചു കൂട്ടത്തക്ക രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് തേങ്ങ ചിരവിയത്, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 വെളുത്തുള്ളി അല്ലി, അതുപോലെ ഒരു 3 ചെറിയ ഉള്ളി, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് അരച്ചെടുക്കുക. നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ അരയണമെന്നില്ല, എന്നാൽ അത്യാവശ്യം അരയുകയും വേണം. ആ ഒരു പരുവത്തിൽ. ഇനി ഇതിപ്പം നമ്മുടെ മാമ്പഴമൊക്കെ വെന്ത് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് മിക്സ് ചെയ്തെടുക്കണം. ചില മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ടാവും, ഇതിന് അത്രയ്ക്കൊരു മധുരം പോരാ. അപ്പം എന്ത് ചെയ്യണം, ഇതിലേക്കൊരു 1/2 സ്പൂണ് പഞ്ചസാര, അത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഉള്ള മധുരം, മാങ്ങയുടെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല. അപ്പോൾ ഇതിലേക്കൊരു ഞാൻ ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് കട്ടി തൈര് അടിച്ചെടുത്തത്, ഇതിലേക്കൊരു 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പുളി ബാലൻസ് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി എനിക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മാമ്പഴം എന്താ പറയുക, ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് തൈര് ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. മാമ്പഴം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറക്റ്റ് തൈര് ഒഴിച്ച് കൊടുക്കരുത്, ഇത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. ഇനി അല്പം പഞ്ചസാര ഞാൻ പറഞ്ഞല്ലോ ചേർത്ത് കൊടുക്കുന്നവർ. അപ്പം 1/2 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞ് കുറച്ചും കൂടെ ഇത് തിക്കായിക്കോളും ഗ്രേവി. ഇനി നമുക്കത് താളിപ്പ് ഇതിലേക്ക് ഒഴിക്കാനും വേണ്ടി ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരല്പം കടുക്, 2 വറ്റൽമുളക് മുറിച്ചത്, കറിവേപ്പില, ചെറിയ ഉള്ളി എല്ലാം കൂടി ഇട്ടിച്ച് ഗോൾഡൻ കളറാകുന്നത് വരെ മൂപ്പിച്ച് അത് ഈ മാമ്പഴത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ഉടനെ അത് ഇളക്കാതെ അടച്ചു വെക്കണം. എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി തുറന്ന് താളിപ്പ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. ഓക്കെ, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.